എനിക്ക് എന്നോടൊരാളൊരു പറഞ്ഞ് ഓർമ്മിക്കുന്നു, വീട് നിർമ്മിച്ചൊരു പാർട്ടി നൽകി, നന്നായിട്ട് ആ വീട്ടിൽ താമസമാക്കി. അത് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ കിണറ്റിലൊരു പൂച്ച എത്തു. ആ പൂച്ച എടുക്കാൻ വേറൊരു പാർട്ടിയാണ് വന്നത്. അവസാനം വീടിൻ്റെ ഉടമ ആ പാർട്ടി ചേർന്നു. ദാറ്റ്സ് ഓൾ. പക്ഷേ ഈ കോൺഗ്രസിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അതിനുശേഷം പ്രതികരിച്ചിരിക്കുന്നത്. അവരുടെ ആപത്ഘട്ടത്തിലൊന്നും കോൺഗ്രസ് കൂടെ നിന്നില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ വിലയിരുത്തുക. ഈ DCC പുനഃസംഘടന അജണ്ടയിലേക്ക് എത്തിയിട്ടുണ്ടോ? അതിന്റെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്? ഒക്കെ സമയത്ത് നടക്കും, തിരക്കില്ല. അല്ല, ഇപ്പോൾ പല ആളുകളും ഇങ്ങനെ DCC പ്രസിഡന്റ് മാറുമെന്ന ധാരണയിൽ ഒരുപാട് പേര് കോൺഗ്രസിൽ നല്ല യോഗ്യതയുള്ളവരുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ളവരുണ്ട്, അർഹതയുള്ളവരുണ്ട്. എല്ലാവരെയും പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല. അതൊക്കെ സമയത്ത് നടക്കും. തെരഞ്ഞെടുപ്പിന് മുമ്പ് അജണ്ടയിലുണ്ടോ പുനഃസംഘടന? തെരഞ്ഞെടുപ്പോ? ഏത് തെരഞ്ഞെടുപ്പ്? നിലമ്പൂരോ? സമയത്ത് നടക്കും. ദാറ്റ്സ് ഓൾ. തൊടുപുഴയായിട്ട് എനിക്ക് വലിയ ബന്ധമുണ്ട്. ജനിച്ചതും പ്രൈമറി ക്ലാസ്സിൽ പഠിച്ചതും തൊടുപുഴയാണ്. പിന്നീട് കോളേജിൽ പഠിച്ചത് തൊടുപുഴയാണ്. KSU രാഷ്ട്രീയത്തിൽ ചേർന്നത് തൊടുപുഴയാണ്. അപ്പോൾ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അടിത്തറ തൊടുപുഴയാണ്. ആ നാട്ടിലേക്ക് KPCCയുടെ ചുമതലയിൽ വരുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇവിടെ പി ജോസ് സാറിൻ്റെ വീട്ടിൽ വന്നു. ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ MLA ആണ്. നല്ല സൗഹൃദം എന്നോട് എല്ലാ കാലത്തും, ഞാൻ MLA ആയിട്ട് വരുമ്പോഴും അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴും എല്ലാ കാലത്തും ഇവിടെ തൊടുപുഴക്കാരൻ എന്ന പരിഗണന എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുമായിട്ടുള്ളൊരു സൗഹൃദം ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ സന്ദർശനം. ഞാൻ തൊടുപുഴയിൽ നിന്ന് പോയിട്ട് കുറെ കൊല്ലായി. മറിയക്കുട്ടിയുടെ ഒപ്പം സമരം ചെയ്ത ആളാണ്, ഭിക്ഷ അയച്ച ആളാണ് അന്നക്കുട്ടി. അന്നക്കുട്ടിക്ക് വീട് വെച്ചു കൊടുക്കുന്ന കാര്യം KPCC പരിഗണിക്കുമെന്ന് മുൻ പ്രസിഡന്റ് പറഞ്ഞു. നമ്മളെ സർക്കാരിന്റെ പദ്ധതി ഉണ്ടല്ലോ, ലൈഫ് പദ്ധതി, അതിലെ പോരായ്മകൾ ഞങ്ങൾ നിരവധി തവണ നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു ജീവൽ പ്രശ്നമാണ് വീടില്ലാത്തവരുടെ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ലാത്ത നിരവധി പേരുടെ കേസുകൾ ഇപ്പോൾ ബാക്കി നിൽക്കുകയാണ്. അതെല്ലാം പരിഹരിക്കണം തന്നെയാണ് കോൺഗ്രസും UDF ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും. ആയിരത്തിലധികം വീടുകളായി. ശരി, താങ്ക് യു.